Good afternoon to all. Good afternoon, ma'am. Good afternoon. Start yata. Start with prayer. Say. Thank you, God, for the words so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you. Sign in. Good afternoon, ma'am and my dear friends. Welcome to our happy Montessori classroom. Today we will learn, play and grow together. Let us be kind, active and attentive in the class. I wish everyone a joyful and successful day. Thank you. Thought of the day. A. Always keep a positive mindset. It will improve your outlook on the world. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? ലഞ്ച് കഴിച്ചു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ടെൻസിന്റെ കൺഫ്യൂഷൻ ഒക്കെ മാറിയോ? മാറിയോ? പറയൂ. ഇതാണ് റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. ഓക്കെ ആണ്, ക്ലിയർ ആണ്. സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് രണ്ടും ഓക്കെ ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. എല്ലാവരും സ്ട്രക്ചർ ഒക്കെ പഠിച്ചോ? ഓക്കെ. ഷംസി ക്ലാസ്സിലുണ്ടോ? Yes, ma'am. Okay, Hello? Shamsi. Yeah. What is Yes. simple present tense? ഫസ്റ്റ് മുതലല്ലേ? ഓക്കെ. സബ്ജക്റ്റ് പ്ലസ് V1. അതായത് V1 വന്നാൽ വെർബ് എന്നാണ്. V1, V2, V3 പ്രസന്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് V4 പ്രസന്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് I, you, we, they, he, she, it, everybody എന്നൊക്കെയാണ്. പ്ലൂറല് I, you, we, they ആണ്. സിംഗുലർ ആകുമ്പോൾ he, she, it, everybody. സിംപിൾ പ്രസന്റ് റൂൾ എന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ, ഹി റൈറ്റ്സ് ദ സ്റ്റോറി. റൈറ്റ് എന്നത് പ്ലൂറൽ ആണ്, അപ്പൊ സിംഗുലർ അവിടെ റൈറ്റർ എന്നാകും. സിംഗുലർ എന്താകും? സിംഗുലർ റൈറ്റർ. ഹി റൈറ്റ്സ് അല്ലേ? ഓക്കെ. ഓക്കെ. അത്രേ അത് പോരെ മാം? എങ്ങനെ? പിന്നെ എക്സാമ്പിൾസ് എഴുതിയിട്ടുള്ളത്. Okay. ക്യാമറ ഓൺ ചെയ്യാൻ ആരും നിങ്ങളോടൊപ്പം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കിയിട്ടല്ലേ പറയുന്നേ, അല്ലേ? ആണോ? അതെ. അല്ല. ഞാൻ സത്യം ക്ലാസിന്റെ നോട്ട് എഴുതിയിട്ടില്ല. ഫോണിൽ എന്ത് പക്ഷേ നോട്ട് എഴുതിയിട്ടില്ല. പഠിച്ച ഓർമ്മ വെച്ചിട്ട് അത് പറയുന്നത്. നമ്മളിപ്പോ പഠിച്ചത് രണ്ടെണ്ണാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു. അത് എഴുതേണ്ട ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്,
എവരിബഡി. അതാണ് സിംഗുലർ സബ്ജക്ട്. പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഐ യു വി ദേ. ഇനി V1 എന്ന് പറയുന്നത് ക്രിയ, അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. ഇപ്പൊ അത് V1 എന്ന് പറയുന്നത് എല്ലാതും പ്ലൂറൽ ഫോമിലാണ് കിടക്കുന്നത്. അതായത് റൈറ്റ്, പ്ലേ, റീഡ് എല്ലാതും പ്ലൂറൽ ഫോമാണ്. അപ്പൊ നമ്മൾ അതിനെ സിംഗുലർ ആക്കണമെങ്കിൽ SO ESO അതിന്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഇനി നമ്മളത് എഴുതുമ്പോൾ അതിനൊരു റൂൾ ഉണ്ട്. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലൂറൽ വെർബ് തന്നെ വേണം. അപ്പൊ നമ്മളവിടെ ഐ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ പ്ലേ എന്ന് തന്നെ എഴുതിയാൽ മതി. അല്ല ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇതിൽ ഏതെങ്കിലും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യണം, പ്ലേസ് എന്നാക്കണം. അല്ലെങ്കിൽ റൈറ്റ് എന്നാണെങ്കിൽ അതിനെ റൈറ്റ്സ് എന്നാക്കിയിട്ട് വേണം എഴുതാൻ. ഇതല്ലേ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അടുത്തത് പറയണം, ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ പറയണോ എഴുതുമ്പോ? ഇപ്പൊ നമ്മൾ പറയാണ് ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി എഴുതുകയാണെങ്കിൽ ഇപ്പോ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും, ഡു പ്ലസ് പ്ലേ എന്നാണ് എഴുതുക. അപ്പോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡൂവും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസുമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ അവിടെ ഐ, യു, വി, ദേ ഇതിൽ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ അവിടെ ഡു യൂസ് ചെയ്യണം. ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഇതിൽ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഡൂവിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട്, ഡു നോട്ട് എന്നതിന് ഷോർട്ട് ആക്കിയിട്ട് ഡോണ്ട് എന്ന് പറയും. അപ്പോൾ ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും. ഇനി നമ്മൾ സിംഗുലർ സബ്ജക്ട് വെച്ചാണ് പറയുന്നതെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയും. അപ്പൊ പ്ലേ എന്നുള്ളതിനെ എസ് ആഡ് ചെയ്തിട്ട് സിംഗുലർ ആക്കും. ഇനി നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഹി ഡസിൻ പ്ലേ ക്രിക്കറ്റ്, അതായത് ഹി സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് ഡസ് യൂസ് ചെയ്യുന്നു. ഹി ഡസിൻ പ്ലേ. അപ്പൊ നമ്മളവിടെ പ്ലേ എന്നാണ്, പ്ലേസ് എന്ന് എഴുതുന്നില്ല. കാരണം ഡസ് എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡസില് ഡസ് വരുന്നത് കൊണ്ട് പ്ലേയില് എസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ് എന്ന് നമ്മൾ എഴുതുക. ഡു പ്ലസ് പ്ലേ പ്ലേ എന്നാണ്. ഡസ് പ്ലസ് പ്ലേ വരുമ്പോൾ അത് പ്ലേസ് എന്നാവും. അപ്പൊ ഡസ് എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്ലേസില് എസ് വേണ്ട. ഹി ഡസിൻ പ്ലേ ക്രിക്കറ്റ് അങ്ങനെ എഴുതും. ഇനി നമ്മളതില് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ കളിക്കുകയാണോ? അതായത് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡൂവിനെ ഫസ്റ്റ് എഴുതണം. ഡു യു, ഐ എന്നുള്ളത് ഓപ്പോസിറ്റ് ആയിട്ട് മാറും. ഡു യു പ്ലേ ക്രിക്കറ്റ് എന്നാ നമ്മൾ ചോദിക്കുക. നീ കളിക്കുകയാണോ, ഞാൻ കളിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കില്ല. അപ്പൊ ഐ തീർച്ചയായിട്ടും യു ആയിട്ട് മാറും, വി എന്നുള്ളത് ഡേ ആയിട്ട് മാറും. അതാണ് ഇതിലൊരു ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ. അപ്പൊ ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കും. ഇനി നമ്മൾ പറഞ്ഞു സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഹി ഡസിൻ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് വേർഡ് വരുമ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ്. അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നീ അവൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാം. അപ്പോ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കും നമ്മളവിടെ. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, അതായത് ആ ഡസിനെ എടുത്തിട്ട് ആദ്യം എഴുതും, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പൊ പക്ഷെ പ്ലേയിൽ ഒരിക്കലും എസ് ആഡ് ചെയ്യരുത്. നമ്മൾ ഡസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കും. ഇനി ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. നീ കളിക്കുകയല്ലേ? നേരത്തെ ചോദിച്ചത് നീ കളിക്കുകയാണോ എന്നാണ്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് നീ കളിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം ഡസിൻ യു പ്ലേ ക്രിക്കറ്റ്, അല്ല സോറി ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്. അതായത് പ്ലൂറൽ ആണല്ലോ ഐ. അപ്പൊ നമ്മളവിടെ ഡൂവിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ഡു നോട്ട് എന്ന് ഇതിനേക്കാൾ ഷോർട്ട് ആക്കിയിട്ട് ഡോണ്ട് എന്ന് എഴുതാം. ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്ന് ചോദിക്കാം. ഇനി നമ്മളത് സിംഗുലർ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഡസ് ആണല്ലോ, അപ്പൊ ഡസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ഡസിൻ ഹി പ്ലേ ക്രിക്കറ്റ്, അവൻ കളിക്കുകയല്ലേ അങ്ങനെ ചോദിക്കാം. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചത്. പിന്നെ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് പറയണോ മാം? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ, അതിന് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട് അങ്ങനെയാണ്. ഇപ്പൊ സബ്ജക്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിംഗുലറും പ്ലൂറലും ഉണ്ട്. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഐ ഇവിടെ സിംഗുലർ ആണ്. നമ്മൾ
സിമ്പിൾ പ്രസന്റിൽ പഠിച്ചപ്പോൾ ഐ പ്ലൂരൽ ആയിരുന്നു, പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഐ പ്ലൂരൽ ആയിട്ട് മാറും. ഇനി സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈസും ആമും ആണ്. പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക ആർ. അപ്പൊ അത് ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, ഹി, ഷീ, ഇറ്റ്. എവരിബഡി ഉണ്ടോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. പ്ലൂരൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ, അതെനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ സിംഗുലാർ സബ്ജക്റ്റിൽ വരുന്നത് ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു, ദേ, വി. അപ്പൊ ഇത് ഐ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആം ആണ്, ഐ ആം എന്നാണ് പറയുക. ഐ ഈസ് എന്ന് പറയില്ല, അത് കൂടെ എപ്പോഴും ആം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഹി, ഷീ, ഇറ്റ്, എവരിബഡി വരുമ്പോ നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നു. ഹി ഈസ് അല്ലെങ്കിൽ ഷീ ഈസ് എന്ന് പറയും. വിയോ, ദേ, യു ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ആർ യൂസ് ചെയ്യും. പിന്നെ ഈ വെർബിന്റെ കൂടെ എല്ലാത്തിനും കൂടെ ഐ എൻ ജി, അതായത് പ്ലേ, വർക്ക്, റീഡ് എല്ലാത്തിനും കൂടെ ഐ എൻ ജി ആഡ് ചെയ്തിട്ട് പ്ലേയിങ്, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് അങ്ങനെ നമ്മൾ എഴുതിപ്പോ ഞാൻ ഒരു കഥ എഴുതുകയാണ്. അപ്പോ ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഐ ആം പിന്നെ റൈറ്റ് എന്നുള്ള വെർബിന്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്യുന്നു. ഐ ആം റൈറ്റിംഗ്. ഇതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോ റൈറ്റിംഗ് ഞാൻ എന്താണ് എഴുതുന്നത്, സ്റ്റോറി, അതാണ് ഒബ്ജക്റ്റ്. ആ വെർബ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണോ അതാണ് ഒബ്ജക്റ്റ്. അപ്പോ അവൻ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അപ്പോ ഹീസ് പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഈയുടെ കൂടെ ഈസ് ആഡ് ചെയ്തു. ഹി ഈസ് എന്ത് ചെയ്യുന്നു, പ്ലേ. അപ്പൊ അതിന് കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്യണം. ഹീസ് പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. പിന്നെ അവർ സിനിമ കാണുകയാണ്. അവർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദേ. ഡേയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആറാണ്. ദേ ആർ വാച്ചിങ് എ മൂവി. അവർ ഒരു സിനിമ കാണുകയാണ്. ദേ ആർ വാച്ചിന്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്യുന്നു. ദേ ആർ വാച്ചിങ് എ മൂവി. അങ്ങനെ എഴുതും. പിന്നെ ഇത് നമ്മൾ ചിലപ്പോഴൊക്കെ ഫ്യൂച്ചറിലും യൂസ് ചെയ്യും. അതായത് ഞാൻ നാളെ സ്കൂളിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ പറയും. പോകും എന്നല്ല, പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈസും ആമും ഒക്കെ വെച്ചിട്ട് ഐ എൻ ജി ഫോം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് പഠിപ്പിച്ചത് എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, നമുക്ക് എഴുതിയില്ല, പക്ഷെ നന്നായിട്ട് പറഞ്ഞുണ്ടോ. ഇതാണ് എഴുതത്. കാരണം നമ്മൾ നോട്ട് എഴുതി വൈകാട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞ് പഠിക്കുക. ഫസ്റ്റ് ടൈമിലൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു പഠിച്ചപ്പോ? എനിക്ക് പൊതുവെ ഗ്രാമർ ഇഷ്ടമാണ് പഠിക്കാൻ. അത് സ്കൂളിൽ പഠിക്കുമ്പോഴും ഞങ്ങൾക്ക് ട്യൂഷന് പോകുമ്പോ ഗ്രാമറിനായിട്ട് ഒരു എന്താ പറയുക, സാറ്റർഡേ സൺഡേ ഗ്രാമർ മാത്രമേ ഞങ്ങൾക്ക് ടീച്ചർ എടുക്കുള്ളൂ. അപ്പൊ അതിന് അങ്ങനെ പഠിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ഇപ്പോഴും അതിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെമ്മറിയിലുണ്ട്. അത് അത്രയും നന്നായി പഠിപ്പിച്ചുകൊണ്ട് പിന്നെ അത് പഠിക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരെ അത് മനസ്സിൽ നിന്ന് പോവില്ല. മറ്റുള്ളത് മറന്നാലും ഗ്രാമർ പെട്ടെന്ന് മൈൻഡ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ. വെരി ഗുഡ്. നമ്മള് പൊതുവെ ഗ്രാമർ ടഫാണ്, പേടിയാണ്, പഠിക്കാൻ മടിയാണ്, എല്ലാവർക്കും തന്നെയാണ്. ഈ ടെൻസ് വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു. ബാക്കി എല്ലാവരും പറയൂ, ഒപ്പീനിയൻ പറയൂ, നിങ്ങൾ സംസാരിക്കും എല്ലാവരും. ടെൻസ് വരെ, ടെൻസ് എടുക്കുന്നത് വരെ ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു എല്ലാവരോടാണ്. എന്താ മിണ്ടാത്തെ? സംസാരിക്കുക എല്ലാവരും. കുഴപ്പമില്ലായിരുന്നു മിസ്. ബാക്കി ആരും മിണ്ടാതെ ക്ലാസ്സിൽ ഇതാണ് മനസ്സിലാവുന്നില്ലയോ, ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് ഇഷ്യൂ ആണെന്ന് വെച്ചാൽ അത് പറയുമോ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയൂ. മാം എനിക്ക് പ്രശ്നമല്ല, പക്ഷെ പ്രൊപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇപ്പോഴും. ടെൻസ് ഓക്കെയാണ്, ടെൻസ് എനിക്ക് ക്ലിയർ ആണ്, പക്ഷെ പ്രൊപ്പോസിഷൻസ് നമുക്കറിയാം, സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എഴുതി പോകുമ്പോ
അത് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് മാത്രം ഒന്നുകൂടി അത് എന്റെ കുഴപ്പമാണ്, ഒന്നുകൂടി ക്ലിയർ ആക്കി പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് ടെൻസ് പഠിക്കുമ്പോ പ്രൊപ്പോസിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഓക്കെ, എല്ലാം ഒന്നുമായ പറഞ്ഞു. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞേ, നിങ്ങൾ പിന്നെ പറയൂ. നിങ്ങൾ ഇത്രയും നേരം പഠിച്ചത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായോ, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടോ, എന്താണെന്ന് വെച്ചാൽ അത് പറയൂ. ഇനി ഒട്ടും മനസ്സിലായ ബുദ്ധിമുട്ടാണ് ക്യാച്ച് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഒരു ഒട്ടും എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എടുക്കാനെങ്കിലും പറയും. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആദ്യം മുതലേ എടുക്കാം. പഠിക്കാൻ പോകരുത് കേട്ടോ ആരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. മനസ്സിലാവട്ടെ മിസ്, ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ പഠിക്കുന്നുണ്ട്, മിസ് എടുക്കുമ്പോഴൊക്കെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചിലപ്പോ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, ക്ലിയർ. ബാക്കി എല്ലാവരും പറയൂ. ഞാൻ ഒരിടത്ത് പേര് വിളിക്കണോ? ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ കേട്ടേ പറ്റൂ. എല്ലാവരെയും കേൾക്കണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മാം ഐശ്വര്യ പറഞ്ഞ പോലെ തന്നെ മാം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ മാം ഒരു എന്താണ് വാക്ക് തന്നിട്ട് അത് ഇംഗ്ലീഷിലാക്ക് പറയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് കേട്ടാ. ഓക്കെ, then മിസ്സെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും ഇല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ അല്ലാതെ വരുമ്പോഴേ നമുക്ക് അത്ര എഴുതാൻ പറ്റത്തില്ലായിരിക്കും ചിലതൊന്നും, ഈ എക്സാമിൻ്റെ ഒക്കെ വരുമ്പോഴേ. നമുക്ക് ആദ്യം ഈ സ്ട്രക്ചർ നമ്മൾ പഠിക്കണം. എങ്ങനെയാണെന്നും സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മുടെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എല്ലാം പഠിക്കാം. അതിനുശേഷമാണ് കുറച്ചുകൂടെ ട്രാൻസ്ലേഷൻ തരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇപ്പൊ ഒരുപാട് സെന്റൻസ് ഞാൻ എല്ലാ ക്ലാസ്സിലും കൊടുക്കുന്നതാണ്. ഇത് ഓക്കെ ആണോ, മനസ്സിലായോ? ഒന്ന് പറയും, എന്നോട് പറയും. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്നോട് പറയും. തെറ്റിക്കോട്ടെ, മിസ്റ്റേക്സ് മാത്രമേ പഠിക്കൂ. ഓക്കെ, ക്ലിയർ? പറയൂ എന്റെ ഒപ്പം കൂടി നിൽക്കൂ. പഠിക്കണ്ടേ? കാരണം ടെൻസ് പഠിക്കാതെ ഒരു ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, സ്പീച്ച്, ഒരുപാട് കാര്യങ്ങൾ ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്നതാണ്. സോ ടെൻസ് പഠിക്കാൻ അങ്ങോട്ട് ഒരു ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല കേട്ടോ. എക്സാമിന് ശരിക്കും പറയാമെങ്കിൽ ടെൻസ് പഠിച്ചില്ലെങ്കിൽ തോറ്റു. സത്യം പറയാം. ടെൻസിനെ ബേസ് എല്ലാ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാം ടെൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഓക്കെ, ക്ലിയർ? കേൾക്കുന്നുണ്ടോ? അപ്പൊ പറയൂ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ രണ്ട് ടെൻസിനൊക്കെ എന്താണ് മനസ്സിലായത്? പറയൂ, കേൾക്കട്ടെ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പഠിപ്പിക്കാം. ഓക്കെ, അനുപ്രിയ പറഞ്ഞോളൂ. മിസ് ഞാനാണ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ മിസ്? അല്ല, ഇതാണോ പറയേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആണോ? സോറി, ഞാൻ വിചാരിച്ച ഒപ്പീനിയൻ പറയാനാണ്. സോറി. പറയൂ, രണ്ട് ടെൻസ് പറയൂട്ടോ. മനസ്സിലായത് എന്താണെന്ന് അത് മാത്രം പറയാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറയൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1. എന്താണ് ചോദിച്ചു? ഒക്കെ നോക്കണ്ട കേട്ടോ. ഒക്കെ നോക്കാതെ പറയും. ഓക്കെ, നോക്കാതെ പറയണം. അപ്പൊ ആദ്യമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ ബ്ലാങ്ക് ആയി പോയി പെട്ടെന്ന്. സബ്ജക്ട് പ്ലസ് V1 ആണ് സിമ്പിൾ പ്രസന്റില് വരുന്നത്. അതില് I, you, we, they അത് പ്ലൂറൽ ആയിരിക്കും. അതിൽ സിംഗുലർ അല്ല, സിമ്പിൾ പ്രസന്റിലായിരിക്കും I പ്ലൂറൽ ആയിരിക്കുന്നത്. പ്ലൂറൽ അല്ലേ? പിന്നെ ഹി, ഷീ, ഇറ്റ് എവരിബഡി സിംഗുലർ ആയിരിക്കും. I, you, we, they പ്ലൂറലും, ഹി, ഷീ, ഇറ്റ്, എവരിബഡി സിംഗുലർ ആയിരിക്കും. പിന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോം V1 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. പിന്നെ അതില് എന്താ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ
സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബൊക്കെ പ്ലൂറൽ ആയിരിക്കും. ഇപ്പോ റീഡ്, റൈറ്റ് അതൊക്കെ. അപ്പൊ അത് സിംഗുലർ വെർബിൽ അല്ല സിംഗുലറിലേക്ക് ആക്കണമെങ്കിൽ അതിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. പിന്നെന്താ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഹി റൈറ്റ്സ് സ്റ്റോറി, അതായത് അവൻ കഥ എഴുതുന്നു. റൈറ്റ്സ് അതിൽ ഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലർ ആണ്. അത് നമ്മ സിംഗുലർ വെർബാക്കാനായിട്ട് നമ്മ റൈറ്റിന്റെ കൂടെ എസ് ആഡ് ചെയ്തു. അപ്പൊ റൈറ്റ്സ് ആയി. അപ്പൊ ഹി റൈറ്റ്സ് എ സ്റ്റോറി. അത്രയും സിമ്പിൾ പ്രസന്റ് അത്രയും അത്രേ ഉള്ളൂ മിസ്. അടുത്ത പറയട്ടെ. സിമ്പിൾ പ്രസന്റില് നമ്മൾ പഠിക്കുമ്പോ കറക്റ്റ് ഓർഡറിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യും പറയുന്ന കാര്യമാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി പറയുന്നത്. കാരണം ഓരോ എന്താണ് ഫ്ലോയിലൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യണം, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ യൂസ് ചെയ്യണം എന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യേണ്ട എവിടേക്കാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോക്കാം. അതാദ്യം പറയും. ഓർത്ത് വെക്കണോട്ടെ പ്രിയ, ഞാൻ പറയുന്ന അത് ഓർത്ത് വെച്ചിട്ട് അതേപോലെ റിട്ടേൺ വീണ്ടും പറയാൻ പറ്റും നോക്കണേ. എല്ലാവരും ഓർത്ത് വെക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയാണ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് നോക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയേണ്ടത് അതിന്റെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ പറയാ, അതുപോലെ തന്നെ അത് നമ്മുടെ മലയാളം ബ്രാക്കറ്റിൽ മലയാളം എഴുതിയിട്ടുണ്ടല്ലോ, സോ അതും കൂടെ ഒന്ന് പറയാം. സ്ട്രക്ചർ പറഞ്ഞിട്ട് സ്ട്രക്ചർ നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്യും. സബ്ജക്ട് ഏതൊക്കെയാണ്, വെർബ് ഏതൊക്കെയാണ്, ഏതിന്റെ കൂടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതോടുകൂടി ആ പ്രശ്നം അത് ആ ടെൻസ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻസ് കൺക്ലൂഷൻ ആയിട്ട്. അതുപോലെ തന്നെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പറയുന്നത്. എപ്പോ യൂസ് ചെയ്യണം, ഏത് സിറ്റുവേഷനിൽ ഇത് ടെൻസ് യൂസ് ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ സ്ട്രക്ചർ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഓർമ്മയിൽ വെച്ചിട്ട് ഒന്ന് പറയാൻ പറ്റും. മനപ്രിയാവുന്നോടൊന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ മിസ്, ഞാൻ മറന്നുപോയി അത് പറയാം. ഫസ്റ്റ് നമ്മ സിമ്പിൾ പ്രസന്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്നു, ഹാബിറ്റ്സ്, ഡെയിലി റൂട്ടീൻസ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻസ്, പിന്നെ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ നമ്മ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണോ മിസ്, അങ്ങനെയാണോ? ഇപ്പോ നമ്മള് ചെയ്യുന്നു പോകുന്നു എന്നൊരു കാര്യം പറയും. അത് ചെയ്യുന്ന തിങ്സ് ആകാം, നമ്മുടെ ശീലങ്ങളാകാം, ഹാബിറ്റ്സ് ആകാം, എന്തുവാകാം. അതുപോലെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോകും, എന്റെ ഒരു ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയും. മലയാളം അങ്ങനെയല്ലേ പറയും. സോ അങ്ങനെ പറയുന്ന എല്ലായിടത്തും ഈ പറയുന്ന ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഈ പറയുന്ന മലയാളം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക ആലോചിച്ച് നോക്കി. സ്കൂൾ 2 തുറക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ദിവസം ഷോപ്പ് രാവിലെ ചെയ്യുന്നു, ഞാൻ എന്നും രാവിലെ മനസ്സിലായോ? ഞാൻ എല്ലാ ദിവസവും ചുറ്റി പോകുന്നത് ഇതൊക്കെ എന്താണ്, റൊട്ടീനാണ്, ഒരു ഹാബിറ്റ്സ് ആണ്, ഒരു ഫിക്സഡ് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ പറയുന്ന മലയാളം യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഏകദേശം എഴുതിയിട്ടില്ലേ? ഈ പോയിന്റ്സ് വെച്ചിട്ട് അനുപ്രിയതായ രീതിയിൽ ഒന്നും പറയാൻ പറ്റും. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റിൽ ക്ലിയർ ആയില്ല. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞപ്പോ മീൻസ് മൊത്തത്തിൽ കിളി പോയോ അല്ല നോക്കിയാണ്? ഓക്കെയാണ്. ചില സമയത്ത് ഇങ്ങനെ മറന്നു പോണ്. മീൻസ് പറയാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ മറക്കണ്. പിന്നെ ഉള്ള പോയിന്റ്സ് ഒക്കെ മിസ് പറയുന്നതിന്റെ ഇടയ്ക്ക് അയ്യോ ഞാൻ ആ പോയിന്റ് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു
ഓർമ്മ വരാ. ഇപ്പൊ യൂണിവേഴ്സൽ ട്രൂത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി ആ, ഇപ്പൊ പറഞ്ഞ. പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അത് ഓർക്കും കേട്ടോ. പഠിച്ച കാര്യങ്ങൾ പറയാം, മാറ്റില്ല. ഓക്കെ, അതിന് തുടങ്ങി ഹാബിറ്റ്സ്, ഡെയിലി റൂട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻ, പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം സ്കെഡ്യൂൾ അതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെയ്യുന്നു, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നു. അപ്പൊ നമ്മ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള്, റൂട്ടീൻസ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ, അതായത് പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റില്. അതില് അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 സബ്ജക്ട് പ്ലസ് V1 ആണ് സിമ്പിൾ പ്രസന്റിന്റെ ഫോം സ്ട്രക്ചർ. അതില് I you we they അതാണ് പ്ലൂറൽ സബ്ജക്ട്സ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് I you we they. പിന്നെ സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്ട് പ്ലസ് V1 ആണല്ലോ, അതിൽ സബ്ജക്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് I you we they. അതിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് he she it everybody. അപ്പൊ നമ്മ ഈ സബ്ജക്റ്റ് യൂസ് ചെയ്യണത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്സും, അതേമാതിരി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വെർബുകളൊക്കെ പ്ലൂറൽ ആയിരിക്കും. അത് നമ്മൾ സിംഗുലറിലേക്ക് ആക്കണമെങ്കിൽ അതിന് എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഇപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലൂറൽ വെർബ് അത് സിംഗുലറിലേക്ക് ആക്കുമ്പോൾ റൈറ്റ്സ് ആവും. അങ്ങനെ ഇപ്പൊ എന്താ, he writes a story. അവൻ കഥ എഴുതുന്നു. അല്ലെങ്കിൽ he plays on the cricket ground. he plays cricket on the ground. അത് നമുക്ക് 4 ഫോമിലാ, 4 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഇപ്പൊ എന്താ, മിസ്സെന്റെ മറന്നു. ഓക്കെ, ഞാൻ സിമ്പിൾ അല്ല പ്രസന്റ് കണ്ടിന്യൂസ് പറയട്ടെ എന്നാ. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്പൊ തുടങ്ങിയെന്നോ അവസാനിക്കുന്നോന്നോ ഇവിടെ പറയണില്ല. അതില് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് അല്ലേ, ഈസ്, ആം, ആർ, പ്ലസ് വെർബ് പ്ലസ് ING ഫോം. വെർബിന്റെ കൂടെ ING ചേർത്ത് എഴുതണം നമ്മളിവിടെ. അതില് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ്, അതായത് ആം, ഈസ്, ആർ. ഇതിൽ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I, he she it. ഇവിടെ I സിംഗുലർ ആയിരിക്കും. I, he she it everybody ഇതൊക്കെ സിംഗുലർ ആയിരിക്കും. പിന്നെ പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ you they we. ഇപ്പോ ഐ എം പ്ലേയിങ്, ഐ എം സ്റ്റഡിയിങ്, അങ്ങനെയൊക്കെ. അയ്യോ, ഞാൻ നേരത്തെ ഡ്രസ്സിന്റെ ഒന്നും പറഞ്ഞില്ല, മറന്നുപോയി. ഓർമ്മ വരുന്നൊക്കെ പറയൂ കേട്ടോ, ഓർത്തോർത്ത് പറയും. നേരത്തെ സിമ്പിൾ പ്രസന്റിൽ ഞാൻ ഡ്രസ് പറയാൻ മറന്നുപോയി. ഇപ്പോ എന്താ, ഇപ്പോ he plays cricket on the ground എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ
എന്താ പോസിറ്റീവ്സ് അല്ല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡു ഇപ്പൊ എന്താ വെച്ചാൽ ഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സിംഗുലറിന്റെ കൂടെ ഇപ്പൊ നമ്മ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണേ ഇപ്പൊ ഡസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ സിംഗുലർ വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നുള്ളത് ഇപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിച്ചാൽ മതി. ആണോ? കറക്റ്റ് ആണോ മിസ്? ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, അതായത് ക്രിക്കറ്റ് കളിച്ചോ, അങ്ങനെ. അപ്പൊ നമ്മൾ സിംഗുലർ വെർബിന്റെ കൂടെ ഡസ് ആഡ് ചെയ്യുമ്പോ എസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മതിയോ മിസ്? ഇനി എല്ലാവരും കിട്ടി പോയിട്ടുണ്ടാവും എന്റെ ഇത് കേട്ട്. കഴിഞ്ഞു. അയ്യോ ഓക്കെ അല്ലേ പ്രിയ? നെക്സ്റ്റ് ആരാ പറയുന്നേ? ശിഖുമോൾ. മാം ഇതെന്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്ലാസ് കയറിയിട്ടേ ഇല്ല. പനിയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവത്തുമില്ല. റെക്കോർഡ് ക്ലാസ്സും കണ്ടിട്ടില്ല. ഇന്നാണ് ഒന്ന് ഓക്കെ ആയത്. ഇന്നെങ്കിലും ഒന്ന് ക്ലാസ്സിൽ കയറണമെന്ന് കരുതി കയറിയതാ. പഠിപ്പിക്കാം. ഓക്കെ. ഇനി ആരാ? ആരും ഇങ്ങോട്ട് വന്ന് പറയില്ല. മിസ് ഞാൻ പറയാമെന്ന് ആരും പറയില്ല. ദിവ്യ വിനീഷ് Yes, ma'am. പറയൂ ദിവ്യ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ, അതായത് ഹാബിറ്റ്, റൊട്ടീന്, പ്രസന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെ. ഇപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ ഐ സ്റ്റഡി ഫോർ മൈ എക്സാം എവറി നൈറ്റ്, എല്ലാ ദിവസവും ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്നുള്ളത്. അതില് സബ്ജക്ട് പ്ലസ് V1 ആണ്. അതില് ഐ, ദേ, യു, വി, ഹിസ്, എവരിബഡി ഇങ്ങനെയാണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ, യു, വി, ദേ. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പിന്നെ ഇതിനെ സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ WRITE എന്നല്ലേ, അപ്പൊ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ സിംഗുലർ വെർബ് ആകും. അപ്പൊ ഗോ എന്നുള്ളത് ഗോസ് ആകും. അതില് GOES, അങ്ങനെ ES ആഡ് ചെയ്യണം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആയിരിക്കും. അപ്പം അയാൾ കഥ എഴുതും, ഹി റൈറ്റ്സ് എ സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. അപ്പം ദേ പ്ലേ ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്, അതില് ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, പ്ലേ വെർബ്, ഒബ്ജക്റ്റ് ക്രിക്കറ്റ് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ. പിന്നെ അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസും പ്ലൂറലിന്റെ കൂടെ ഡൂവും ആഡ് ചെയ്യും. പിന്നെ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അത് ചെയ്യുകയാണെന്നാണ് പറയുന്നത്, കറന്റ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറി, അത് ഓക്സിലറി എന്ന് പറയുന്ന ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഐ എന്നുള്ളത് ആം ആവും, ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്നുള്ളത് ഈസ് ആകും, IS ആകും. പിന്നെ യു, വി, ദേ ഒക്കെ ആറാകും. ഐ ആം സ്റ്റഡിയിങ്, ഐ ആം പ്ലേയിങ് എന്നൊക്കെയുള്ളത്. പിന്നെ ഹി ഈസ് ഗോയിങ് ടു ഹിസ് ഹോം. ശരിയാണോ മിസ്? ശരിയാണോ അത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല?
കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. പറഞ്ഞോളൂ. ഏതാണ് പറയൂ. അല്ല, പറഞ്ഞത് ശരിയാണോ? ശരിയാണ്, പറഞ്ഞോളൂ. ഇനി എന്താ പറയണ്ടേ? ഓക്കെ, എല്ലാവർക്കും എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ദിവ്യ, ഇനി ആരാ? ഓക്കെ വിദ്യ, നിങ്ങളോട് ഞാനിങ്ങനെ ചോദിക്കുന്നോട് നിങ്ങളൊന്ന് വിചാരിക്കുന്നുണ്ട് മിസ്സിന് വേറൊരു പണിയൊന്നുമില്ല, ചോദിക്കാണല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. പഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ പറയുള്ളൂ, നിങ്ങൾ പഠിക്കുള്ളൂ. അതായത് ചുമ്മാ ഞാൻ വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാകും. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ മിസ് വന്ന് ക്ലാസ് എടുക്കുമ്പോൾ മിസ്സിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, അല്ലെ? നമുക്ക് വേണ്ട എന്താണ്, നിങ്ങൾക്ക് ഒരു സെൻറ്റൻസെങ്കിലും പറയാൻ പറ്റണം. അതിനു വേണ്ടി നമ്മൾ പഠിക്കുന്നേ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, പറഞ്ഞ് പഠിച്ചേ പറ്റൂ കേട്ടോ. ഓക്കെ വിദ്യാസൽവരാജ് ക്ലാസ്സിലുണ്ടോ? യെസ് മാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചില്ല മാം. ഞാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. മോന് വാക്സിൻ എടുത്തിട്ട് 4 ദിവസം, 1.5 വയസ്സിന്റെ വാക്സിൻ എടുത്തായിരുന്നു വെള്ളിയാഴ്ച. ഇതിന്റെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും മാം. മാം ചോദിക്കണ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചില്ല മാം. ഫസ്റ്റ് ക്ലാസ്സിലത്തെ മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, പ്രിപ്പയർഡ് ആയത് മാത്രം. ഇപ്പൊ നോട്ട്സ് ഒന്നും ഇല്ല കയ്യിൽ, പഠിച്ചിട്ട് പറഞ്ഞു. യെസ് മാം. ഇനി ആരാണ്? ജിഷ, ജിഷാറാണി. ജിഷ പറയൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് പല്ലുവേദനയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പൊ എനിക്ക് ഇന്നലെ പോകാൻ പറ്റില്ല, അവധിയായതുകൊണ്ട്. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ വീട്ടിൽ ചെന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ദിവസം പഠിപ്പിച്ചേക്കുന്ന നന്നായിട്ട് ഞാൻ പറയാം. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രണ്ടും. മോളെ അത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ 2 ടെൻസും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്കിപ്പം വണ്ടിയിലായതുകൊണ്ട് ഇപ്പൊ വണ്ടി നിർത്തിയേക്കുവാ. ഞാൻ ഹസ്ബൻഡുണ്ട് കൂടെ. ഞാൻ അടുത്ത ദിവസം ഉറപ്പായിട്ടും പറയാം. ഓക്കെ. ഓക്കെ. അൽഫിയ, ഹലോ. പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്നതിനെയാണ് അൽഫിയ, പറഞ്ഞോളൂ. വോയിസ് ബ്രേക്ക് ആവുന്ന പോലെ തോന്നുന്നു. ഇവിടെ റേഞ്ച് ഇല്ല മാം, അതാണ്. ഓക്കെ, പറയൂ. എന്നാലും പറയൂ നോക്കട്ടെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഹാബിറ്റ്, റൂട്ടീൻ, യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ ഫാക്ട്, പെർമനന്റ് സിറ്റുവേഷൻ ഓർ ടൈം ടേബിൾ ഓർ ഷെഡ്യൂൾ എന്നിവ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ ചായ കുടിക്കുന്നു. ഇതൊക്കെയാണ് റുട്ടീൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ഓഫ് ഫാക്ട് ആയിട്ടും നമ്മൾ പറയും. ഷെഡ്യൂൾഡ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 12-ാം തീയതി ഡേറ്റ് പറഞ്ഞ് നമ്മൾ ഒരു ഷോപ്പ് തുറക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ V1 പ്ലസ് സബ്ജക്ട് പ്ലസ് V1 ആണ്. ഇതിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് I, you, we, they, he, she, it, everybody ഇതൊക്കെയാണ് സബ്ജക്ട്. ഇതില് പ്ലൂറൽ സബ്ജക്ട് I, you, we, theyയും സിംഗുലർ സബ്ജക്ട് he, she, it, everybody.
മാം എനിക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ട്. ചോദിക്കോ. നമ്മൾ പ്ലൂറൽ വേർബിലല്ലേ ഇയും ഇഎസും എസും ചേർക്കുന്നത്, അതോ സിംഗുലർ വേർബിലാണ്? സിംഗുലറിലാണ്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? ഓ, പ്രസന്റ് കണ്ടിന്യൂസില് സിംഗുലർ സബ്ജക്റ്റ് കൂടെയാണ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് മാം. സിംഗിൾ പ്രസന്റ് ആണോ? ഓ, സിംഗിൾ പ്രസന്റില് സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നോട്ടില് മുമ്പ് എഴുതിയത് പ്ലൂറൽ വേർബിന്റെ കൂടെയാണ് എസും ഇഎസും ചേർക്കുന്നതെന്നാണ് ഞാൻ എഴുതിയത്. അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അങ്ങനെയാണോ? വേർബിന്റെ കൂടെ പ്ലൂറൽ വേർബിന്റെ കൂടെ എസോ ഇഎസോ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സിംഗുലർ വെർബായി മാറും. ഓ, ഞാൻ തിരിച്ചാണ് എഴുതിയത്. സിംഗുലർ വേർബിന്റെ കൂടെ എസോ ഇഎസോ ചേർക്കുകയാണെങ്കിൽ അത് പ്ലൂറൽ വേർബായി മാറും എന്നാണ് ഞാൻ എഴുതിയത്. അപ്പൊ എനിക്കതൊരു ഡൗട്ട് ആയിരുന്നു. അയ്യോ അങ്ങനെയല്ല, തിരിച്ചാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കത് ഒരു കൺഫ്യൂഷൻ, അതാണ് ഒന്ന് ചോദിച്ചത്. ഇപ്പോ വെർബിന്റെ കാര്യത്തിലാണെങ്കിൽ പ്ലൂറൽ വേർബ്, ഇപ്പൊ റൈറ്റ്, പ്ലേ, നമ്മൾ കാണുന്ന എല്ലാ വേർബുകളും പ്ലൂറൽ വേർബ് ആണ്. അതിന് നമ്മൾ സിംഗുലറൈസ് ചെയ്യാം. അങ്ങനെ സിംഗുലർ ആക്കണമെങ്കിൽ എസോ ഇഎസോ വെർബിന് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് ആ വെർബ് എന്താകും? സിംഗുലർ ആകും. സിംഗുലർ ആവും. ഇപ്പൊ നൗണിന്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ നൗൺ എങ്ങനെയാണ്? എസോ ഇഎസ് ആഡ് കഴിഞ്ഞാൽ നൗൺ പ്ലൂറൽ നൗൺ ആയിട്ട് മാറും. ഓ, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പ്രസന്റ് ടെൻസിന്റെ റൂൾസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് പ്ലസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുന്നതിനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സബ്ജക്റ്റ് അല്ല, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് പ്രസന്റ് ആക്സിലറീസ് എന്ന ഐ ആം, ഈസ്, ആർ പ്ലസ് വെർബ് ing ഫോമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെ, ഐന്റെ കൂടെ ആമും ഇറ്റ്, ഹി, ഷി, എവരിബഡിയുടെ കൂടെ ഇസും യു, വി, ദേയുടെ കൂടെ ആറും ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ? Binsi. യെസ് മാം. Hi, Binsi. സിമ്പിൾ പ്രസന്റ് ടെൻസില് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത്. ഹാബിറ്റ്, റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, അതായത് ഷെഡ്യൂൾ. ഇപ്പൊ നമ്മൾ നാളേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുമല്ലോ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V1 ആണ്. സബ്ജക്ട് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. സബ്ജക്റ്റില് നമ്മൾ സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. പ്ലൂറലില് ഇവിടെ ഐ എന്ന് പറഞ്ഞാല് പ്ലൂറൽ ആണ്. ഐ, യു, വി, ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റിൽ വരും. സിംഗുലറിൽ വരുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഇനി നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾ എന്ന് പറഞ്ഞാല് സിംഗുലർ സബ്ജക്ട് പ്ലസ് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്ട് പ്ലസ് പ്ലൂറൽ വെർബ്. സാധാരണ വെർബൊക്കെ പ്ലൂറലിലാ വരിക, റീഡ്, ഗോ, റൈറ്റ് ഒക്കെ. അപ്പൊ നമ്മളത് സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് എസ്ഒ ഇഎസ്ഒ ചേർക്കണം. നൗണിന്റെ കേസിൽ വരുമ്പോ സാധാരണ നൗണൊക്കെ സിംഗുലറിലാ വരിക. അവിടെ നമ്മൾ എസ്ഒ ഇഎസ്ഒ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആവുക ചെയ്യാം. ഇപ്പൊ ബോയ് എന്നുള്ളത് നൗണല്ലേ, അപ്പൊ എസ് ചേർക്കുമ്പോൾ ബോയ്സ് എന്നാവും. ഗേൾ എന്നുള്ളതിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ ഗേൾസ് എന്നാവും. അത് നൗണിന്റെ കേസ്. വെർബിന്റെ കേസിൽ സിംഗുലർ ആവുകയാണെങ്കിൽ ആക്കണമെങ്കിൽ പ്ലൂറലിലുള്ളത് സിംഗുലർ ആക്കാന് എസ്ഒ ഇഎസ്ഒ ചേർക്കണം. ഇപ്പൊ റൈറ്റ് എന്നുള്ളത് എസ് ചേർക്കുമ്പോ റൈറ്റ്സ് എന്നാവും. പിന്നെ ഗോ എന്നുള്ളതിന്റെ അവിടെ ഇഎസ് ചേർക്കേണ്ടത്, അപ്പൊ ഗോസ് എന്നാവും. അപ്പൊ ഹി
റൈറ്റ്സ് ദ സ്റ്റോറി എന്നാ പറയാ. അപ്പൊ ഹി എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ റൈറ്റ് എന്നുള്ളതിന് എസ് ചേർത്തിട്ട് നമ്മൾ റൈറ്റ്സ് എന്ന് ആക്കണം. പിന്നെ നമ്മളൊരു സെന്റൻസ്, ഇപ്പൊ പോസിറ്റീവ് സെന്റൻസ് ഐ പ്ലേ ക്രിക്കറ്റ്. അപ്പൊ നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് ആക്കണമെങ്കിൽ പ്ലൂറൽ ആവുമ്പോ നമ്മൾ ഡു ആണ് ചേർക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഡു ആണ് ചേർക്കേണ്ടത്. സിംഗുലർ ആവുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഡസ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതിന് നമ്മൾ ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും. അപ്പൊ ഒന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കും, ഡോണ്ട് ഡു ചേർത്തിട്ട് നമ്മൾ ഡോണ്ട് എന്നാക്കും അതിനെ. അപ്പൊ ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന്. അപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഇനി ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യനും ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യനും. ഒന്ന് ഫസ്റ്റ് പോസിറ്റീവ് ആവുമ്പോ ഡു നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കാം. നീ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കാം. അല്ല ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ 4 സെന്റൻസ്, ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഐ പ്ലേ ക്രിക്കറ്റ്, ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, ഡു യു പ്ലേ ക്രിക്കറ്റ്, ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്. ഇനി ഹി പ്ലൂറലിന്റെ കൂടെയാണ് നമ്മൾ ഡു ചേർക്കുക. സിംഗുലർ ആവുമ്പോൾ നമ്മൾ ഡസ്സ ചേർക്കുക. അപ്പൊ ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ ഒക്കെ കൂടെ നമ്മൾ ഡസ്സ ചേർക്കുക. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാ പറയാ. ഹി സിംഗുലർ ആവുമ്പോൾ നമ്മള് വെർബിന്റെ കൂടെ എസ് ചേർക്കണം. ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഡസ് ചേർക്കും. അപ്പൊ ഡസ് ചേർക്കുമ്പോ എന്താണ്, ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ് എന്നാ പറയേണ്ടത്. അവിടെ ഡസ് ചേർക്കുമ്പോൾ നമ്മൾ പ്ലേയുടെ കൂടെ പിന്നെ വീണ്ടും ഒരു എസ് ചേർക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ പറയുമ്പോൾ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നാ പറയേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യനായി ചോദിക്കുമ്പോൾ നമ്മള് സിംഗുലറിന്റെ കൂടെ ഡസ്സാ ചേർക്കേണ്ടത്. അങ്ങനെ ഡസ് ചേർക്കുമ്പോൾ നമ്മൾ വീണ്ടും വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ്, ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ്, ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്, അങ്ങനെയാണ് പറയാം. ഇതാണ് ഫസ്റ്റത്തെ സിമ്പിൾ പ്രസന്റിൽ പറയാനുള്ളത്. അടുത്തത് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ വരുമ്പോ ഇപ്പൊ മൈ ഫാദർ എന്നൊക്കെ പറയുമ്പോഴും അവിടെ അത് സിംഗുലർ ആയിട്ടാണ് വരിക സബ്ജക്റ്റ്. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് കറന്റ് സിറ്റുവേഷൻ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ അതിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറി. ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബാണ്. പ്ലസ് വെർബ് പ്ലസ് ING. വെർബിന്റെ കൂടെ നമ്മൾ ING ചേർക്കണം. പ്രസന്റ് ഓക്സിലറീസിൽ വരുന്നത് ഈസ്, ആം, ആറാണ്. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ, ഐ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഐ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്നുള്ളതും സിംഗുലർ ആണ്. യു, വി, ദേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. പിന്നെ അതിന്റെ കൂടെ ആം ആണ് ചേർക്കുക, ഐ ആം എന്നാണ്. ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ നമ്മൾ ഈസ് ചേർക്കണം. യു, വി, ദേ അതിന്റെ കൂടെ ആറ് ചേർക്കണം. പിന്നെ വെർബിന്റെ കൂടെ ING ചേർക്കണം. ഐ ആം പ്ലേയിങ്, ഹി ഈസ് ഗോയിങ് ടു ഹിസ് ഹോം. അങ്ങനെ വെർബിന്റെ കൂടെ ING ചേർത്തിട്ട് പറയാ. സബ്ജക്റ്റിന്റെ കൂടെ സബ്ജക്ട് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി വെർബും ചേർക്കണം. അത്രയുള്ളൂ. താങ്ക് യു. ഓക്കെ വിൻസി, ക്ലിയർ ആണല്ലോ? പഠിച്ചോ? ഇന്ന് കുറച്ച് ടൈം കിട്ടി, കുട്ടികൾക്ക് ഇപ്പൊ ഉറങ്ങിയായിരുന്നു. അപ്പൊ ഒന്ന് വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാതെ പറഞ്ഞാൽ നോക്കി പറഞ്ഞാണോ? ഓക്കെ. ഇനി ആരാ പറയുന്നേ? ാണ് എനിക്ക് പറയാൻ പറ്റും തോന്നുന്ന ആരെങ്കിലുണ്ടോ? ഉണ്ണിമായ മനസ്സിലായത് പറയട്ടെ. മിസ്സേ, ഞാൻ ഇപ്പം അപ്പുറത്തെ കൊച്ചിന്റെ വീട്ടിലോട്ട് നിൽക്കുവാണ്. അത് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയത്. ഇവിടെ നിൽക്കുക, കേട്ടോണ്ട് നിൽക്കുക. സൗണ്ട് കുറവാണ്, എന്നാലും ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെ ഇതാക്കാൻ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. ഹാബിറ്റ്സ്, റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്സ്, ടൈം ടേബിൾ, ഇവിടെയൊക്കെ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ
സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് രണ്ട് തരമുണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റും. പ്ലൂറൽ സബ്ജക്റ്റ് യു വി ഐ ദേ. സിംഗുലർ സബ്ജക്റ്റ് പറയുമ്പോൾ ഹി ഷീ ഇറ്റ് എവരിബഡി. പ്ലൂറൽ വെർബിനെ സിംഗുലർ വെർബാക്കാൻ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ റൈറ്റ് എന്നുള്ളത് സിംഗുലർ ആക്കാൻ റൈറ്റ്സ് എസ് ആഡ് ചെയ്യണം. അതുപോലെ ഗോ ഉള്ളത് സിംഗുലർ ആക്കാൻ ഗോയുടെ കൂടെ ഇഎസ് ആഡ് ചെയ്യണം, ഗോസ് ആവും. പിന്നെ സിമ്പിൾ പ്രസന്റിന്റെ റൂള് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും മാത്രം ചേർക്കാവൂ. എക്സാമ്പിൾ പറയുമ്പോൾ അയാൾ കഥ എഴുതുന്നു. ഹി റൈറ്റ്സ് എ സ്റ്റോറി. ഹി സിംഗുലർ ആയതുകൊണ്ട് റൈറ്റിനെ സിംഗുലർ ആക്കണം, എസ് ചേർത്ത് സിംഗുലർ ആക്കണം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ പ്ലൂറൽ ആണ്, അതുകൊണ്ട് സ്റ്റഡി എന്ന് പറയുന്നതും ഒന്നും ചേർക്കാതെ സ്റ്റഡി തന്നെ ആവും. പിന്നെ ഒരു സെന്റൻസിന് പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്നതാണ്. അത് ഇപ്പൊ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഐ പ്ലേ ക്രിക്കറ്റ്, അത് നെഗറ്റീവ് ആക്കുമ്പം ഡു ആണ് യൂസ് ചെയ്യുക. ഡൂനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡു നോട്ട് ആവും. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പം ഡു യു പ്ലേ ക്രിക്കറ്റ് എന്നാവും. നീ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പം ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്. നീ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ. ഫസ്റ്റ് നീ ക്രിക്കറ്റ് കളിക്കുകയാണോ, ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ എന്നാവും. പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ആണ് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ് എന്നാവും. അത് നെഗറ്റീവ് ആകുമ്പം ഡസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഹി ഡസിന്റ് പ്ലേ ക്രിക്കറ്റ് എന്നാക്കും. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എന്നും, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസിന്റ് ഹി പ്ലേ ക്രിക്കറ്റ് എന്നാവും. മാം, എനിക്ക് അതിൽ ഒരു ഡൗട്ട് ഉണ്ട്. അത് അന്ന് തന്ന ഞാൻ ഇത് റെക്കോർഡ് ക്ലാസ്സാ കണ്ടതായിരുന്നു. അപ്പൊ അതില് അന്ന് ഇതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, മൈ ഫാദർ ഗോസ് ടു ജിം എവരി ഡേ. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുവാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നോക്കണ്ട കേട്ടോ. അവിടെ എനിക്ക് ക്ലിയർ ആയില്ല. ഞാനത് റെക്കോർഡ് ക്ലാസ്സാ കണ്ടതായിരുന്നു. ഓക്കെ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ. അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് പ്ലസ് V1 പ്ലസ് ING. പ്രസന്റ് ഓക്സിലറീസ് എന്ന് വെച്ചാൽ ആം, ഈസ്, ആർ ആണ്. അതില് ഐയുടെ കൂടെ ആം, പിന്നെ ഈസ് ചേർക്കുന്നത് ഹി ഷീ ഇറ്റ് എവരിബഡി. ആർ ചേർക്കുന്നത് യു വി ദേ എന്നിന്റെ കൂടെയാണ്. ഓക്കെ. ഇനി ഷംസി പറയൂ. ഷംസി ഇതില്ല പോയോ? റേജി പാർവതി ഹലോ ഹലോ ഓക്കെ, കേൾക്കുന്നുണ്ടോ പാർവതി? ഞാൻ പ്രീജിയാണ് മാം. റേജി പറയൂ. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നത് ചെയ്യുന്നു, പോകുന്നു എന്ന കാര്യങ്ങൾ പറയാനാണ്. പിന്നെ അതിൽ ഡെയിലി റൊട്ടീൻ, ഹാബിറ്റ്, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, അതുപോലുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. പിന്നെ
ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ യു ദേ വി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഷീ ഹി ഇറ്റ് എവരിബഡി എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ്. പിന്നെ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഒന്നിച്ച് പ്ലൂറൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്. ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതിനെ സിംഗുലറായിട്ട് പിന്നെ മാറ്റണമെങ്കിൽ റൈറ്റിനെ ES ചേർത്തിട്ട് റൈറ്റ്സ് എന്നാക്കും. അതുപോലെ ഗോ എന്നുള്ളത് പ്ലൂറലാണ്. അതിനെ സിംഗുലർ ആക്കണമെങ്കിൽ ES ചേർത്തിട്ട് ഗോസ് എന്ന ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്. അപ്പോൾ സിംഗുലറായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷീ പ്ലേസ് നൗ അല്ലേ മാം? അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ്. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുന്നു എന്നാണ്. അതിന്റെ നെഗറ്റീവായിട്ട് അതിനെ പറയുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. അതുപോലെ പിന്നെ ഡസ് സിംഗുലറായിട്ട് വരുന്ന ഒന്നിച്ച് ഡസ് ചേർക്കും. പ്ലൂറൽ ആണെങ്കിൽ ഡു ചേർത്തിട്ടാണ് പറയുന്നത്. ഡു യു പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് അതിന്റെ നെഗറ്റീവായിട്ട് വരുമ്പോൾ ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ് എന്നുള്ള രൂപത്തിലോട്ട് ഷിഫ്റ്റ് ആവും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അത് അതിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഈസ് ആം ആർ എന്നാണ്. പിന്നെ വെർബ് പ്ലസ് ING. ഐ വരുമ്പോൾ ആം വരും. പിന്നെ ഹി ഷീ ഇറ്റ് എവരിബഡി വരുമ്പോൾ ഈസാണ് നമ്മൾ ചേർക്കുന്നത്. യു വി ദേ ആർ എന്ന് വരുമ്പോൾ ആർന്ന് ചേർക്കും. ഇവിടെ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഇപ്പോ അവൾ ഒരു കോമഡി മൂവി കാണുകയാണെന്നുള്ളത് ഷീ ഈസ് വാച്ചിങ് എ കോമഡി മൂവി എന്ന് വരും. അതായത് സിംഗുലർ ആയതുകൊണ്ട് ഷീ അല്ലേ, ഷീതൊന്നിച്ച് ഈസ് എന്ന് വരും. അതേപോലെ വെർബിന്റെ കൂടെ ING വാച്ചിങ് ആയിട്ട് അങ്ങനെയല്ലേ മാം? അത്രയല്ലേ ഉള്ളൂ മാം? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് എക്സാമ്പിൾസ് ഇല്ല കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം മുതലേ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ നമ്മളെ ഹോംവർക്ക് ആയിട്ട് തന്നാല് എന്താ കുഴപ്പമെന്ന് വെച്ചാല് എല്ലാവർക്കും അത് ഹോംവർക്ക് തന്നാലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടെൻസ് അറിയാത്തവരെല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഫുൾ ക്ലാസ് ആണ്. കംപ്ലീറ്റ്ലി ഫസ്റ്റ് വഴി നമ്മൾ ക്ലാസ് എടുത്താണ്. ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യും, ഒരുപാട് എക്സസൈസ് ചെയ്യും. ഇനി ആരെ കൊണ്ട് പറയിപ്പിക്കൊന്നുമില്ല. ഏകദേശം എഴുതി കിട്ടി, ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ഏകദേശം എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഫുൾ ടെൻസ് ആണ്. പഴയ ടെൻസ് തന്നെ നമ്മൾ ഒന്നുകൂടെ പറയാണ്, നിങ്ങളെ കൊണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ അതിന് റെഡി ആയിട്ട് വരും എല്ലാവരും. അതുകൊണ്ട് ഭയങ്കര ചെയ്യാട്ടോ. ഓക്കെ, സൈനോട് പറയും. സൈനോട്ടില്ലേ? ഞാൻ തന്നെ പറഞ്ഞു പോട്ടെ. സൈനോട്ടില്ല? താങ്ക് യു മിസ്. ഇന്നത്തെ ക്ലാസ് തന്നെ ടെൻസ് ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റി. താങ്ക് യു മിസ്. Okay, so thank you all. See you on the class. Okay, bye. Thank you, ma'am.